വളരെ ശക്തമായിട്ട് ഭൂമിക്ക് വേണ്ടിയുള്ള സമരരംഗത്തേക്ക് ശരിക്കും വന്നത്. അത് കേരളത്തിൽ ഒരുപാട് സ്ഥലത്ത്, കേരളത്തിൽ എല്ലാ ജില്ലകളിലും തന്നെ ഭൂസമരം വളരെ സജീവമായിട്ട് നടന്നിട്ടുണ്ട്. ഇപ്പോഴും പല സ്ഥലത്തും ഭൂസമരം വളരെ സജീവമായിട്ട് നടന്നുകൊണ്ടിരിക്കുന്നത്. ഇനി ഒരുപാട് ആളുകൾ ഭൂസമരത്തിലേക്ക് വരാനുണ്ട്. ഭൂരഹിതരായിട്ടുള്ള ഒട്ടനവധി ആളുകൾ ഇപ്പോഴും ഉണ്ട്. എല്ലാ ആളുകൾക്കും മണ്ണിൽ ജീവിക്കാൻ അവകാശമുള്ളപ്പോൾ ഈ ആളുകൾക്ക് മാത്രം അത് നിഷേധിക്കപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ട്. അപ്പോ ആ നിഷേധത്തിനെതിരായിട്ടുള്ള ഒരു കൂട്ടായ പരിശ്രമമാണ് ഗോത്രമക സഭയിലൂടെ കഴിഞ്ഞ കാലങ്ങളിൽ നടത്തിയത്. അത് ഓരോ സമയത്തും ഗോത്രമക സഭ 6 മാസം, 3 മാസം, 4 മാസം നീണ്ടു നിൽക്കുന്ന സമരങ്ങളാണ് നടത്തിയത്. ആ സമരങ്ങളിൽ നമ്മുടെ ഓരോ കുടുംബത്തിലുള്ള ആളുകൾ, അവരുടെ കുടുംബത്തിലുള്ള അച്ഛനും അമ്മയും കുഞ്ഞുങ്ങളും എല്ലാവരും ശക്തമായിട്ട് ഈ കുടുംബം ഈ സമരത്തിലാക്കാനുള്ള സജീവമായിട്ട് പങ്കെടുത്തിട്ടുണ്ട്. ഇപ്പോഴും ഗോത്രമക സഭയുടെ നേതൃത്വത്തിൽ നടക്കുന്ന എല്ലാ സമരത്തിലും കുടുംബങ്ങളാണ് ശരിക്കും സമരത്തിലാണ് പങ്കെടുക്കുന്നത്. ഇന്നിന്റെ വ്യക്തികളല്ല. അവർ കുടുംബ സമരമാണ് സമരത്തിലേക്ക് വരുന്നത്. കുടുംബത്തിന്റെ പ്രശ്നമാണ് ഭൂമി. അതുകൊണ്ട് കുടുംബമാണ് അതിനകത്ത് സഹകരിക്കേണ്ടത് എന്നുള്ള നിലയിലാണ് ആദിവാസികൾ എല്ലാ സ്ഥലത്തും സമരത്തിലാക്കാൻ സജ്ജമായിട്ട് പങ്കെടുത്തുകൊണ്ടിരിക്കുന്നത്, സഹകരിച്ചുകൊണ്ടിരിക്കുന്നത്. ഇനിയും അത്തരം സമരങ്ങൾ വളരെ ശക്തമായിട്ട് നടത്തേണ്ടി വരും. ഇപ്പൊ ഓരോ സ്ഥലത്തും നമ്മൾ പോകുമ്പോൾ ആളുകൾ ഭൂമിക്ക് വേണ്ടിയുള്ള പ്രക്ഷോഭത്തിന് വേണ്ടി ഇപ്പോഴും ഓരോ സ്ഥലത്തും തയ്യാറെടുത്തുകൊണ്ടിരിക്കുന്ന ഒരു അവസ്ഥയാണ് നമുക്ക് കാണുന്നത്. അപ്പോൾ ഇത്തരം കാര്യങ്ങൾ വളരെ സജീവമായിട്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ ഒരു പരിധിവരെ ഗോത്രമഹാസഭയ്ക്ക് നന്നായി കഴിഞ്ഞിട്ടുണ്ട്. ഗോത്രമഹാസഭ ആ കാര്യത്തിൽ വിജയിച്ചിട്ടുള്ളൂ. ഗോത്രമഹാസഭ എന്ന് പറയുന്ന ഈ സംഘടന ഉണ്ടാകുന്നത് 2001 ഗോത്രമഹാസഭയ്ക്ക് രൂപം കൊടുക്കുന്നത്. അന്ന് തൊട്ട് കേരളത്തിലുള്ള 37 വിഭാഗത്തിലുള്ള ആദിവാസികളെ ഒരുമിച്ച് നിർത്തിക്കൊണ്ട് ഗോത്രമഹാസഭയിലേക്ക് അവരൊരുമിച്ച് നിന്നുകൊണ്ടുള്ള ഒരു സമരമാണ് ശരിക്കും നടന്നത്. ഇപ്പോഴും പല വിഭാഗത്തിലുള്ള ആളുകളും നമ്മളുണ്ട്. പ്രത്യേക 37 വിഭാഗത്തിലുള്ള ആളുകളാണ് നമ്മൾ. അവർ പ്രത്യേക ഭാഷയുണ്ട്, പ്രത്യേക ആചാരമുണ്ട്, പ്രത്യേക സംസ്കാരമുണ്ട്, പ്രത്യേക വസ്ത്രധാരണ പോലും പ്രത്യേകമാണ്. എല്ലാവരുടെയും ഒരേ വസ്ത്രധാരണ ഒന്നുമല്ല. പക്ഷെ അങ്ങനെയൊക്കെ ആളുകളുടെ ഭാഷയും ആചാരവും വസ്ത്രധാരണയും ഒക്കെ വേറെയായാലും മണ്ണിന് വേണ്ടി ആളുകൾ ഒറ്റക്കെട്ടായി ഒരുമിച്ച് നിന്നും ഈ കയ്യകാലങ്ങളിൽ നിന്നും അതിപ്പോഴും അങ്ങനെ തന്നെ ആവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ഒരവസ്ഥയാണ്. ഇതിന് ഈ സമരങ്ങൾ വളരെ സജീവമായിട്ട് നടന്നുകൊണ്ടിരിക്കുമ്പോഴാണ് ഈ സമരത്തിലൂടെ മാത്രം നമ്മുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ സാധ്യമാവില്ല. അതുകൊണ്ട് ഇതിനപ്പുറത്തേക്കുള്ള ഒരു സംവിധാനം നമ്മൾക്ക് വേണം എന്ന് ഗോത്രമഹാസഭയുടെ ഓരോ സമരമാണ് നമ്മളെ വേറെ ഒരു ബദൽ സംവിധാനം ഉണ്ടാക്കാൻ വേണ്ടി പ്രേരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് നിരന്തരമായി. അങ്ങനെ വേറെ ഒരു ബദൽ സംവിധാനം നിരന്തരമായിട്ട് ഉണ്ടാക്കാൻ പ്രേരിപ്പിച്ചതിന്റെ ഭാഗമായിട്ടാണ് ജനാധിപത്യ രാഷ്ട്രീയ പാർട്ടി എന്നുള്ള ഈ രാഷ്ട്രീയ പാർട്ടിയിലേക്ക് നമ്മൾ വരുന്നത്. ഇപ്പൊ നമ്മളൊക്കെ സമരം നടത്തുമ്പോൾ സെക്രട്ടേറിയറ്റിന്റെ ഗേറ്റിന്റെ പുറത്ത് ഫുട്പാത്തില് മാസങ്ങളോളം സമരം നടത്തിയാൽ അതിന് പരിഹാരം ഉണ്ടാവില്ല എന്നത് തിരിച്ചറിഞ്ഞിരുന്നു. ഇതിങ്ങനെ നമ്മുടെ ആയുസ് ഈ സമരത്തിന് വേണ്ടി മാത്രം കളയാൻ പറ്റില്ല. അതുകൊണ്ട് നമ്മുടെ ആളുകൾ ഈ സമരം ചെയ്യുന്നതിന്റെ പ്രയോജനമായി കിട്ടുന്ന ഒരു ഇടപെടൽ അത് ഏത് പ്ലേസിൽ നിന്ന് ചെയ്താലാണ് പറ്റുക എന്നുള്ള ചിന്തകൾ നമ്മൾ കൂടുതൽ ഉണ്ടാക്കുകയും ആളുകൾ അത്തരം ആശയങ്ങളിലേക്ക് അത്തരം ഇടപെടലിലേക്ക് വളരെ സജീവമായിട്ട് പോയിക്കൊണ്ടിരിക്കുകയും ചെയ്യുമ്പോഴായിരുന്നു ജനാധിപത്യ രാഷ്ട്രീയ പാർട്ടി പോലെ ഒരു രാഷ്ട്രീയ പാർട്ടിയാണ് നമ്മൾക്ക് വേണ്ടത്. അതിലൂടെയാണ് നമ്മുടെ പ്രശ്നങ്ങൾ പരിഹരിക്കുള്ളൂ. സംഘടന നമ്മൾ എത്ര ഒരുമിച്ച് കൂടിയാലും അതിലൂടെ നമ്മുടെ പ്രശ്നങ്ങൾ പരിഹരിക്കില്ല എന്നുള്ളൊരു തിരിച്ചറിവ് ഈ സമര മുഖത്ത് നിന്നുകൊണ്ടാണ് നമ്മൾ ഉണ്ടായത്. ഈ സമര മുഖത്ത് കമ്പിയിലായില്ലെങ്കിൽ ഇങ്ങനെ ഒരു തിരിച്ചറിവ് നമ്മൾ ഉണ്ടാവില്ലായിരുന്നു. ഓരോ കാര്യങ്ങൾ നമ്മൾ ചെയ്യുമ്പോഴാണ് ആ കാര്യം
പരിഹരിക്കാൻ ഇത് പര്യാപ്തമല്ല എന്നുള്ള തിരിച്ചറിവുള്ളവരുന്നു. അതിന്റെ ഭാഗമായിട്ടാണ് ഈ ജനാധിപത്യ രാഷ്ട്രീയ പാർട്ടി ശരിക്കും നമ്മൾ ഉണ്ടാക്കുകയും അതിന്റെ പ്രവർത്തനം ഇന്ന് കേരളത്തിൽ 14 ജില്ലയിൽ ജില്ലാ കമ്മിറ്റി വരുന്ന രീതിയിലേക്ക് അതിനെ വികസിപ്പിച്ചെടുക്കാനൊക്കെ നമുക്ക് കഴിഞ്ഞു. മുത്തങ്ങ പോലെയുള്ള ഒരു സമരം ആദിവാസികളെ സംബന്ധിച്ചോളം അവരുടെ ഒരു അഭിമാന സമരമാണ് മുത്തങ്ങ സമരം. അന്ന് ആദിവാസികൾ ഗോത്രമഹാസഭ ഉണ്ടാക്കിയപ്പോഴാണ് കേരളത്തിലെ എല്ലാ രാഷ്ട്രീയ പാർട്ടികളും ആദിവാസികൾക്ക് വേണ്ടി ജാതി സംഘടനകൾ ഉണ്ടാക്കി. ആദിവാസി ഗോത്രമഹാസഭ നമ്മൾ ഉണ്ടാക്കിയപ്പോഴത്തെ CPM പോലെയുള്ള പാർട്ടി ആദിവാസി സംഘടന സമിതി എന്ന് പറയുന്ന AKS പോലുള്ള സംഘടനയാണ്. ഈ ഗോത്രമഹാസഭയിലേക്ക് മുഴുവൻ ആദിവാസികൾ വന്നാൽ അവരുടെ പാർട്ടിയുടെ അടിമേനികളായിട്ട് നിൽക്കുന്ന ആദിവാസികൾ മാറിപ്പോയാൽ അവരുടെ പാർട്ടിക്ക് അതിന് ക്ഷീണമുണ്ടാവും എന്ന് തിരിച്ചറിഞ്ഞ് അവരെ അതിനകത്ത് ജാതി സംഘടന ഉണ്ടാക്കി ആ കൂടെ നമ്മുടെ ആളുകൾ നിർത്താനുള്ള ശ്രമം നിരന്തരമായിട്ടുള്ളതാണ്. കോൺഗ്രസ്സുകാരാണെങ്കിൽ ആദിവാസി കോൺഗ്രസ് ഉണ്ടാക്കി, CPM ആദിവാസി AKS എന്ന് പറഞ്ഞ സംഘടന ഉണ്ടാക്കി, CPI ആദിവാസി സംഘടന ഉണ്ടാക്കി. ഇങ്ങനെ ഓരോ ഗ്രൂപ്പുകളും സംഘടന ഉണ്ടാക്കി അവരുടെ പാർട്ടിയെ കീഴിൽ നമ്മളെ നിർത്താനുള്ള നിരന്തര ശ്രമമാണ് അതിനുശേഷം വളരെ സജീവമായി നടന്നത്. ഇപ്പോ നമ്മളെയൊക്കെ മനുഷ്യരായിട്ട് പോലും പരിഗണിക്കാതിരുന്ന ആളുകൾ ജാതി സംഘടനയിലേക്ക് ഉണ്ടാക്കി ഞങ്ങളുടെ കൂടെ നിർത്തിയാലേ ആളുകൾ നിൽക്കുള്ളൂ എന്നുള്ള നിലയിലേക്ക് അവരെ മാറി അത്തരം ഒരു ചിന്തയിലേക്ക് അവരെ എത്തിക്കാൻ ഗോത്രമഹാസഭയുടെ സജീവമായിട്ട് ഇടപെടലിൽ കൂടിയാണ് കഴിഞ്ഞത് എന്നുള്ളത് ഗോത്രമഹാസഭയുടെ വലിയ വിഷയമാണ്. ശരി, ഗോത്രമഹാസഭ കേരളത്തിലെ പട്ടിക വർഗക്കാരുടെ മാത്രം സംഘടനയാണ്. അതിനകത്ത് 37 വിഭാഗത്തിലുള്ള പട്ടികവർഗക്കാരായിട്ടുള്ള ആളുകൾ മാത്രമാണ് അതിലുള്ളത്. വേറെ ആരും തന്നെ അതിനകത്തില്ല. അതിന്റെ കഴിഞ്ഞ കാലങ്ങളിൽ നടന്ന സമരത്തിന്റെ ഒരു പ്രതിഫലി കേരളത്തിലുള്ള എല്ലാ മനുഷ്യരുടെയും അതുണ്ടാക്കി എന്നുള്ളതാണ്. ഭൂമിയെ കുറിച്ച് പറയാൻ ഞങ്ങൾക്കും അവകാശമുണ്ട് എന്ന് മറ്റു തരം സമുദായത്തിലുള്ള മുഴുവൻ മനുഷ്യർക്കും മനസ്സുകൊണ്ട് തീരുമാനിക്കാനുള്ള ഒരു അവസരം അദ്ദേഹത്തിന് ചിന്ത ഉണ്ടാക്കി കൊടുത്തത് ശരിക്കും ഗോത്രമഹാസഭ. ഇവിടെയുള്ള മുഴുവൻ രാഷ്ട്രീയ പാർട്ടിയായിട്ടുള്ള ആളുകൾ പോലും ഭൂമിയിൽ കയറിയുള്ള സമരം നടത്താമെന്ന് തീരുമാനിക്കുന്നത് ഗോത്രമഹാസഭയുടെ ഇടപെടലിന്റെ ഭാഗമായിട്ടാണ്. അല്ലെങ്കിൽ അവരുടെ ഭൂസമരം നടത്തിയിരുന്നത് ഒരു സ്ഥലത്തേക്ക് ആളുകളെ കൊണ്ട് മാർച്ച് ചെയ്യുക, അവിടെ കൊടി വെക്കുക, അത് കഴിഞ്ഞ് തിരിച്ചു വരിക. ഇങ്ങനെയുള്ള ഭൂസമരാണ് ഇവിടുത്തെ രാഷ്ട്രീയ പാർട്ടികൾ നടത്തിക്കൊണ്ടത്. പക്ഷെ നമ്മൾ ഗോത്രമഹാസഭയുടെ ആദിവാസിയായിട്ടുള്ള ആളുകളാണ് ഭൂമിയിൽ കയറി കുടിൽ കെട്ടി അവിടെ സമരം നടത്തിയത്. അതുകൊണ്ട് പിന്നീട് ഇവിടുത്തെ UDF, LDF, BJP നമ്മളുടെ മുദ്രാവാക്യം ഏറ്റെടുക്കുന്ന പണിയാണ് അവർ ചെയ്തത്. നമ്മുടെ മുദ്രാവാക്യം ഏറ്റെടുക്കുന്നതിന്റെ ഭാഗമായിട്ടാണ് അവരുടെ പാർട്ടിയുടെ നേതൃത്വത്തിൽ പല സ്ഥലത്തും കുടിൽക്കെട്ടൽ സമരങ്ങൾ നടന്നത്. അപ്പോ ഓരോ രാഷ്ട്രീയ പാർട്ടിയെ കുടിൽക്കെട്ടൽ സമരത്തിലേക്ക് നമ്മുടെ മുദ്രാവാക്യം കടമെടുത്തുകൊണ്ടാണ് അവര് കുടിൽക്കെട്ടൽ സമരം അവർ നടത്തിയത്. ആ ഒരു രീതിയിൽ നോക്കുമ്പോ ഗോത്രമഹാസഭ പ്രവർത്തനം 100% അതിന് വിജയം കണ്ടിട്ടുണ്ടായിരുന്നു എന്നുള്ളതാണ് ഒരു യാഥാർത്ഥ്യം. പക്ഷേ മുഴുവൻ ആളുകളും ഭൂമി കണ്ടെത്തുന്ന കാര്യത്തിൽ അത് പര്യാപ്തമല്ല എന്നുള്ള ഒരു തിരിച്ചറിവ് ഈ സമയത്ത് തന്നെ നമുക്ക് ഉണ്ടാകുന്നില്ല. അതിന്റെ ഭാഗമായിട്ട് നിരന്തരം നടന്നിട്ടുള്ള നമ്മുടെ ചർച്ചയും ഇടപെടലിന്റെ ഭാഗമായിട്ട് പിന്നീട് നമുക്ക് ജനാധിപത്യ രാഷ്ട്രീയ പാർട്ടി പോലെയുള്ള ഒരു സംവിധാനത്തിലേക്ക് നമ്മൾ വരാനുള്ള ഒരു ശ്രമം, അത് ഈ സമരത്തിന്റെ ചരിത്ര അനുഭവത്തിൽ നിന്നുകൊണ്ട് മാത്രമാണ് ഇന്ന് ജനാധിപത്യ രാഷ്ട്രീയ പാർട്ടി JRP ഉണ്ടായത്. ഈ സമരത്തിനെ തള്ളിക്കളഞ്ഞുകൊണ്ട് JRP എന്ന ഒരു സംഭവം ഉണ്ടായതല്ല. കുറെ ആളുകൾ കൂടി ഒരു ആശയം പങ്കുവെച്ച് മീറ്റിംഗ് കൂടി അതിന്റെ ഭാഗമായി ഉണ്ടാക്കിക്കൊണ്ടുവന്ന ഒരു സാധനം അല്ല JRP. അത് ഒരു സമര അനുഭവത്തിലൂടെ ഉണ്ടായി വന്നതാണ് JRP എന്ന് പറയുന്ന
ജനാധിപത്യ കാഴ്ചപ്പാട്. അതുകൊണ്ട് ഈ സംവിധാനത്തിലും ഇനി വരുന്ന ആളുകളിലും വളരെ ശക്തമായിട്ടുള്ള സമരങ്ങൾ ഉണ്ടാവേണ്ടി വരും. അത്തരം ഒരു സമര സംവിധാനങ്ങൾ വളരെ ശക്തമായിട്ട് വരുന്ന ഒരു കാലഘട്ടമാണ് ശരിക്കും നമ്മുടെ മുമ്പില് വളരെ സജീവമായി സജ്ജാമായിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ അതിലേക്ക് തന്നെ നമ്മൾ വരേണ്ടി വരും. ഈ ഒരു സാഹചര്യം നമ്മളൊന്ന് തിരിച്ചറിയേണ്ടതുണ്ട്. എല്ലാ ആളുകളും ഒരു കാര്യങ്ങൾ ചെയ്യുമ്പോൾ മാത്രമാണ് അത് തെറ്റേത് ശരിയേത് എന്ന് നമുക്ക് പറയാൻ പറ്റും. അത് ചെയ്യാതെ നമ്മൾ പറഞ്ഞാൽ അതിന്റെ തെറ്റും ശരി നമുക്ക് തിരിച്ചറിയാൻ പറ്റില്ല. അത് പ്രാവർത്തികമായിട്ട് ചെയ്യുമ്പോഴാണ് ഇങ്ങനെ ചെയ്താലായിരുന്നു ഇത് നന്നാവുക, ഇങ്ങനെ ചെയ്തത് കൊണ്ടാണ് ഇത് നന്നാകാതെ പോയത് എന്ന് ഈ തിരിച്ചറിവ് ഒരു പ്രവർത്തനം ചെയ്യുന്നതിലൂടെയാണ് ഉണ്ടാവുന്നത്. വെറുതെ പ്രസംഗിക്കുന്നതിലൂടെ ഒരു തിരിച്ചറിവുണ്ടാവില്ല. പ്രസംഗം നമുക്ക് ആരുടെ പുസ്തകം വേണമെങ്കിലും മാസങ്ങളോളം ഇരുന്ന് വായിച്ചിട്ട് അതിന് മൈക്കിന്റെ മുമ്പിൽ പറഞ്ഞാൽ അത് ആളുകളുടെ ജീവിതത്തിലേക്ക് പ്രായോഗികമാവില്ല. അതുകൊണ്ട് പ്രായോഗികമാവുന്ന ഇടപെടലാണ് നമ്മുടെ ഭാഗത്ത് നടത്തുന്നത്. അപ്പോൾ മാത്രമേ ജനങ്ങൾ നമ്മുടെ ഒപ്പം നിൽക്കൂ. ഓരോ സംവിധാനത്തിനകത്ത് നമ്മൾ പരിശോധിച്ചാൽ നമുക്ക് കാണാൻ സാധിക്കും. അങ്ങനെ പ്രായോഗികമായിട്ട് കൃത്യമായിട്ട് ഇടപെട്ട് കാര്യങ്ങൾ ചെയ്ത് വരുന്ന ഒരു തലത്തിലേക്ക് ഈ സംവിധാനത്തെ നമ്മൾ മാറ്റിക്കൊണ്ടുവരും. അതുകൊണ്ട് ഞാൻ ഈ ജയാറിൽ പറഞ്ഞിട്ടുണ്ട്, ഇതിൽ പ്രസംഗിക്കാൻ നമുക്ക് കുറച്ച് ആളുകൾ വേണ്ട, പ്രവർത്തിക്കാനാണ് ഇതിൽ ആളുകൾ വേണ്ടത്. പ്രവർത്തിക്കാനാണ് നമുക്ക് ഇതിനകത്ത് ആളുകൾ വേണ്ടത്. പ്രസംഗം ആൾക്ക് വേണ്ടെങ്കിൽ പറയാം. ഇപ്പൊ ഇന്നത്തെ നമ്മുടെ ഈ പരിപാടി ഉദ്ഘാടനം ചെയ്യാൻ സാറ് ജോസഫ് കേരളത്തിലെ അറിയപ്പെടുന്ന ഒരു എഴുത്ത് സഹോദരി സഹോദരന്മാരെ, വേദിയിലിരിക്കുന്ന നേതാക്കന്മാരെ, ഓരോരുത്തരുടെ പേരെടുത്ത് പറഞ്ഞ സമയം പ്രതിഫലിപ്പിക്കാൻ അനുവദിക്കാനുള്ള സമയമില്ലാത്തതുകൊണ്ടും ഓരോരുത്തരുടെ പേരെടുത്ത് പറയാതെ ഇന്നത്തെ ജോഗിയുടെ അനുസ്മരണ സമ്മേളനമാണ് നമ്മളിന്ന് നടത്തുന്നത്. മുത്തങ്ങ സമരം നടന്നിട്ട് 23ാമത്തെ വർഷമാണ് നമ്മുടെ ഇന്നതിന്റെ അനുസ്മരണ സമ്മേളനം നടത്തുന്നത്. കേരളത്തിലെ ഏറ്റവും പിന്നോക്കം നിൽക്കുന്ന എല്ലാ തരത്തിലും അകറ്റി നിർത്തപ്പെട്ട ഒരു ജനത, ജാതിപരമായിട്ടും രാഷ്ട്രീയപരമായിട്ടും സാമ്പത്തികപരമായിട്ടും ഒക്കെ മാറ്റി നിർത്തപ്പെട്ട പൊതുസമൂഹത്തിലേക്ക് അവരുടെ കടന്നു വരാനുള്ള അവസരത്തെ പോലും നിഷേധിച്ച് എപ്പോഴും ഒരു വിഭാഗം ജനങ്ങളുടെ ആശ്രയവും അഭയാർത്ഥ്യവും അടിമകളും ആക്കപ്പെട്ട ജനതയുടെ മണ്ണിൽ ജീവിക്കാനുള്ള മൗലികാവകാശത്തിന് വേണ്ടി നടത്തിയ ഒരു പോരാട്ടമാണ് ശരിക്കും മുത്തങ്ങ പോലെയുള്ള പോരാട്ടം. മുത്തങ്ങയിലെ സമരം നടക്കുന്നത് 2003 ഭൂമിക്ക് വേണ്ടിയുള്ള സമരം വയനാട്ടിലെ ആദിവാസി സമുദായങ്ങളുടെ കൂട്ടായ്മയിൽ നടത്താൻ തുടങ്ങിയത് 1989 കാലഘട്ടത്തിലാണ് ഭൂമിക്ക് വേണ്ടിയുള്ള ഒരു സമരം ആരംഭിക്കുന്നത്. അന്ന് വയനാട്ടിലെ ആദിവാസി ജനതയുടെ കൂട്ടായ്മയിൽ ആദ്യമായിട്ട് നടത്തുന്ന സമരം ഇവിടെ തന്നെ തൊട്ടടുത്തുള്ള വെള്ളമുണ്ട പഞ്ചായത്ത് കോഴിക്കപ്പാടി എന്ന് പറയുന്ന ഒരു സ്ഥലത്തായിരുന്നു. അവിടെ 3ഓളം കുടിലുകളിൽ
ചെറിയ 3 കുടില്, ഒരു ചെറിയ അടുക്കളയും ഒരു റൂമുമായിട്ടുള്ള അങ്ങനെയുള്ള 3 കുടിലുകളിൽ 26ഓളം കുടുംബങ്ങളാണ് ഈ 3 കുടിലുകളിൽ അന്ന് താമസിച്ചത്. 26ഓളം കുടുംബങ്ങളിൽ 3 കുടിലിൽ താമസിച്ചപ്പോ അവർക്ക് വിശാലമായിട്ടൊന്നും ഇരിക്കാനോ അങ്ങോട്ട് നടക്കാനോ കിടക്കാനോ ഒന്നും സൗകര്യമില്ലാതെ, പ്രാഥമിക ആവശ്യം പോലും നിറവേറ്റാൻ ദൂരത്തില്ലാതെ വളരെ ദുരിതപൂർണമായിട്ടുള്ള ഒരു ജീവിതം ആ 3ഓളം കുടിലുകളിൽ 26ഓളം കുടുംബങ്ങൾ നടത്തുന്ന ഒരു സാഹചര്യം ഉണ്ടായി. ഞങ്ങളത് എന്റെ 2 കൂട്ടുകാര് എന്റെ കൂടെ, അവരുടെ ഒരാളുടെ പേര് തങ്ക മരിച്ചുപോയി. വേറെ ഒരാളുടെ പേര് പാർവതി ഇപ്പോഴും ഉണ്ട്. ഞങ്ങൾ 3 ആളായിരുന്നു അവിടെ. തങ്കയും പാർവതിയും ഞാനുമാണ് ശരിക്കും ആ കോളേജിൽ മീറ്റിങ്ങിന് പോയത്. ഞങ്ങൾ 3 ആൾ പോയി മീറ്റിംഗ് നടത്തി. അവർക്ക് ഓരോ കാര്യങ്ങളെ കുറിച്ചും അവരുമായിട്ട് സംസാരിച്ച് രാത്രി അവരോടൊപ്പം അവരുടെ കുടിലുകളിൽ ഞങ്ങൾ താമസിക്കാൻ തീരുമാനിച്ചു. അവിടെ താമസിച്ചപ്പോ അന്ന് ഞങ്ങൾ രാത്രി അവരുണ്ടാക്കി തന്ന ഭക്ഷണമൊക്കെ ഞങ്ങൾക്ക് തന്നു. ആ ഭക്ഷണം കഴിച്ച് അവിടെ കിടക്കാൻ വേണ്ടി രാത്രി ഭക്ഷണം കഴിഞ്ഞ് ഞങ്ങൾ മീറ്റിംഗ് കഴിഞ്ഞപ്പോ ഒരു 12 മണി രാത്രിയായി. 12 മണി രാത്രിയായപ്പോ ആളുകൾക്ക് ഒരുവിധം തുറക്കാൻ തുടങ്ങി. 80 കാലഘട്ടങ്ങളിൽ ഇവിടെ കർക്കിടക മാസ സമയത്തായിരുന്നു ഭയങ്കര കോരിച്ചൊരിയുന്ന മഴ. ആ സമയത്തുള്ള ഒരു തണുപ്പിനെ നമുക്ക് അതിജീവിക്കാൻ പറ്റാത്ത ഒരു തണുപ്പായിരുന്നു ആ കാലഘട്ടങ്ങളിൽ ഉണ്ടായിരുന്നത്. ഈ ഭക്ഷണമെല്ലാം കഴിച്ച് കിടക്കാൻ നോക്കുമ്പോ സ്ഥലമില്ല. അവിടെയുള്ള പ്രായമായിട്ടുള്ള വല്യമ്മമാര് വല്യച്ഛന്മാരും ഞങ്ങളോട് പറഞ്ഞു, മക്കളെ നിങ്ങൾ ഇവിടെ കിടന്നോ, ഞങ്ങൾ ഇരുന്നോളാം. ഞങ്ങൾ 3 ആളും പറഞ്ഞു ഞങ്ങൾ ഇരിക്കുന്നില്ല, ഞങ്ങൾ കിടക്കുന്നില്ല, നിങ്ങൾ കിടന്നോ, ഞങ്ങൾ ഇവിടെ ഇരിക്കാം എന്ന് പറഞ്ഞു. ഞങ്ങൾ 3 ആൾ ഒരു സ്ഥലത്ത് കയ്യും കാലും ഒന്നും അവരോട് ചലിക്കാനും നീട്ടാനും പറ്റാത്ത രീതിയിൽ ഞങ്ങൾ കാല് കുത്തിയിരുന്നു. കാല് നീട്ടിയിരിക്കാനുള്ള പേശിലാണ് കുത്തിയിരുന്ന് നേരെ പഠിപ്പിച്ച് 6 മണിയായ സമയത്ത് ഞങ്ങൾ അവിടുന്ന് എഴുന്നേക്കാൻ നോക്കുമ്പോ ഈ രാത്രി ആ കർക്കിടക മാസത്തെ തണുപ്പിനകത്താക്കി കുത്തിയിരുന്നിട്ട് രാത്രി എഴുന്നേക്കാൻ പറ്റില്ല. എന്നിട്ട് അവിടുത്തെ വല്യമ്മമാരി ഞങ്ങളുടെ കാലത്ത് തിരുമ്പിയിട്ടാണ് ഞങ്ങൾക്ക് എഴുന്നേക്കാൻ പറ്റുന്നത്. അപ്പോ ഒരു രാത്രി അവിടെ അങ്ങനെ കുത്തിയിരുന്നപ്പോ നമുക്കുണ്ടായ ഒരു വേദന, ഞങ്ങള് 3 ആള് അവിടെ കുത്തിയിരുന്നപ്പോ ഞങ്ങൾക്ക് നേരം വെളുത്തപ്പോണ്ടായ ഒരു വേദന. ഈ അവിടുത്തെ മുഴുവൻ ആളുകൾ 26 കുടുംബത്തിലെ അംഗങ്ങളും എത്രയോ വർഷങ്ങളായിട്ട് ഈ വേദന അവരിങ്ങനെ വല്ലാതെ അനുഭവിക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ ഇവരുടെ വേദനയ്ക്ക് പരിഹാരം ഉണ്ടാക്കണമെങ്കിൽ അവർക്ക് ഭൂമി കിട്ടിയേ പറ്റൂ. ആ ഭൂമിയിൽ ഇവര് കുടില് വെച്ച് സ്വന്തമായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും കാലിൽ ചിക്കാനുള്ള ഒരു പൈസ ഉണ്ടാവണം. അതിനുവേണ്ടി ഭൂമിയിലായി ഭൂമിയിൽ വേറെ കുടിലുകൾ വെച്ചാലേ പറ്റുള്ളൂ. അതുകൊണ്ട് ഇവിടെ ശരിയും അങ്ങനെ വെക്കാൻ പറ്റില്ല. 3 കുടിലുകളുടെ അന്ന് ഈ കട്ടയും ഇഷ്ടികയും കൊണ്ടൊന്നല്ല വീടുണ്ടാക്കിയിരുന്നത്. മുള കൊണ്ടുവന്നിട്ട് മുള വീടിന്റെ റൂമിരിക്കുന്നതായിട്ട് മെടഞ്ഞ് അതിന്റെ മേലില് മണ്ണ് കുഴച്ച് പിടിപ്പിച്ച് അങ്ങനെയാണ് ഭിത്തിയാക്കി വെച്ചിരുന്നത്. അതുകൊണ്ട് അതിന് അധികം പേസ് ഒന്നും വേണ്ട. ഒരു ചെറിയ ഗ്യാപ്പിലൂടെയാണ് ഇത് ചെയ്തിരുന്നത്. കട്ടയൊക്കെ വെച്ച് ഭിത്തിയൊക്കെ വെക്കുവാണെങ്കിൽ അതിനകത്ത് പിന്നെയും 2 ആൾക്ക് ഇരിക്കാനുള്ള സ്ഥലവും കൂടി അതിനകത്ത് ഒഴിവാക്കണം. അപ്പൊ ഇങ്ങനെ ഉണ്ടാക്കിയ ആ വീടിനകത്ത് ഞങ്ങളൊക്കെ 3 പേര് പോയി രാത്രി മീറ്റിംഗ് കൂടി. അവിടെ ഇരുന്നപ്പോണ്ടായ ഒരു വേദന അത് ശരിക്കും ഈ പ്രകൃതിയിലുള്ള ഈ പ്രപഞ്ചത്തോളം വ്യാപ്തിയുണ്ട് ആ വേദനയ്ക്ക് എന്നുള്ളത് തിരിച്ചറിഞ്ഞ് അന്നാണ് ഞങ്ങൾ ആദ്യമായിട്ട് ഭൂമിയിൽ കുടിൽക്കണ്ട സമരം നടത്തണമെന്ന് തങ്കയും പാർവതിയും ഞാനും കൂടെ ഇരുന്നിട്ടാണ് ഞങ്ങൾ തീരുമാനിക്കുന്നത്.
അതിന്റെ ഭാഗമായിട്ടാണ് കേരളത്തിൽ ഈ കുടിൽക്കട്ട സമരത്തിലേക്ക് ശരിക്കും ഞങ്ങൾ വന്നത്. അതിന്റെ തൊട്ട് മുകളിലായിട്ട് കുറച്ച് സ്ഥലം ഉണ്ടായിരുന്നു. ആ സ്ഥലം ഒരു സ്വകാര്യ വ്യക്തിയാണ് കേസ് നടത്തുക, അതുകൊണ്ടാണ് അത് കാട്ടായിട്ട് നിൽക്കുന്നത് എന്ന് പറഞ്ഞ് ആ സ്ഥലം ആദിവാസികൾക്ക് കിട്ടില്ല എന്ന് പറയുന്നു. അവരുടെ ആളുകൾ ഈ പെരുമഴക്കാലത്തായും ഞങ്ങൾ ഇപ്പൊ കുടിൽ വെക്കാം, നിങ്ങൾ സ്ഥലം ഞങ്ങൾക്ക് കാണിച്ചു തരണമെന്ന് പറഞ്ഞു. അന്ന് അവരെയുള്ള 23 കുടിലിനകത്തുള്ള 24 കുടുംബങ്ങൾക്ക് ഈ ഒരേക്കറോടുണ്ടായിരുന്ന സ്ഥലത്ത് കയറി കുടിൽ വെക്കുന്ന സമരം അത് 89-ലാണ് നടക്കുന്നത്. അതാണ് നമ്മുടെ ആദ്യത്തെ കുടിൽക്കെട്ടൽ സമരമായി വന്നത്. ഈ കുടിൽക്കെട്ടൽ സമരത്തിന്റെ ഭാഗമായിട്ടാണ് പിന്നീട് തിരുവനന്തപുരം സെക്രട്ടേറിയറ്റിന് മുമ്പിലുള്ള കുടിൽക്കെട്ടൽ അടക്കമുള്ള സമരങ്ങൾ ശരിക്കും ഉണ്ടാകുന്നത്. അന്നാണ് ഭൂമിയുടെ കാര്യത്തെ കുറിച്ചുള്ള ചർച്ചകൾ, മറ്റു കാര്യങ്ങൾ നിരന്തരമായി നടന്ന മീറ്റിംഗ്. എല്ലാ ദിവസവും രാത്രിയിലായിരുന്നു ഞങ്ങൾ മീറ്റിംഗ് കൊടുക്കുക. രാവിലെ നമ്മുടെ ആളുകൾ പണിക്ക് പോകും, വൈകുന്നേരം 6 മണിയാകുമ്പോൾ പഠിക്കേണ്ടി വരും. പിന്നീട് നേരം വെളുക്കുമ്പോൾ വീട്ടിൽ പണിക്ക് പോകും. അതുകൊണ്ട് പകൽ സമയത്ത് മീറ്റിംഗ് കൂടാനുള്ള സമയം ഉണ്ടായിരുന്നില്ല. രാത്രി കാലങ്ങളിലായിരുന്നു അന്ന് സമരം നടത്തിയിരുന്നത്. രാത്രി ഒരു 12 മണി വരെ ഞങ്ങൾ മീറ്റിംഗ് കൂടും. അത് കഴിഞ്ഞിട്ടാണ് ഓരോ കോഴിയിൽ ഇങ്ങനെ എല്ലാ രാത്രികളും നടന്ന് മീറ്റിംഗ് കൂടിയിട്ടാണ് ഭൂസമരം വരെയുള്ള സംഭവിക്കുന്നതിലേക്ക് ആളുകളെ ശരിക്കും നമ്മൾ സംഘടിപ്പിച്ചു കൊണ്ടുവന്നു. അങ്ങനെ കേരളത്തിലെ മുഴുവൻ ഭൂരഹിതരായിട്ടുള്ള ആളുകൾക്ക് ഭൂമി കൊടുക്കണം എന്നുള്ള വ്യവസ്ഥ അതിലൂടെ നമ്മൾ ഉന്നയിച്ചു കൊണ്ടുവരുന്നത് ഈ സമരത്തിലൂടെയാണ് ചെയ്തു. ഞങ്ങൾ കുറച്ചുപേര് മാത്രം ഒതുങ്ങിയ ഒരു കൂട്ടായ്മയിലാണ് അന്ന് ആ കാര്യങ്ങൾ ആരംഭിച്ചത്. ഇന്ന് ആ സംരംഭം കേരളത്തിന്റെ എല്ലാ ഭാഗവും അത് വ്യാപിക്കുകയും കേരളം മാത്രമല്ല മറ്റു സംസ്ഥാനങ്ങളിലൊക്കെ അത് ബാധിക്കുകയും മറ്റു സംസ്ഥാനങ്ങളിൽ ഭൂമിക്ക് വേണ്ടിയാണ് സമരം ചെയ്യുന്ന ഒരു തലത്തിലേക്ക് വരുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായത്. ഇന്ന് കേരളത്തിലെ നമ്മളുടെ സമരത്തിന്റെ ഭാഗമായിട്ട് 35,000 ആദിവാസി കുടുംബങ്ങൾക്ക് ഭൂമി കിട്ടിയിട്ടുണ്ട്. പക്ഷെ ഇനിയും ഒരുപാട് ആളുകൾ, ഭൂരഹിതരായിട്ടുള്ള ആളുകൾ, ഭൂമി കിട്ടാനുള്ളവർ ഇനിയും ശരിക്കുണ്ട്. കേരളത്തിലുള്ള മുഴുവൻ മനുഷ്യർക്കും ഭൂമി കിട്ടണം. അതിൽ ആദിവാസിയോ ദളിതോ ഹിന്ദുവോ ക്രിസ്ത്യനോ മുസ്ലിമോ എന്നതൊന്നും നല്ല ഇതിന്റെ വ്യവസ്ഥ. പ്രകൃതിയിൽ പിറവിയെടുത്ത എല്ലാ മനുഷ്യർക്കും മണ്ണിൽ ജീവിക്കാനുള്ള മൗലിക അവകാശമുണ്ട്. ആ മൗലിക അവകാശം അവർക്ക് കിട്ടേണ്ടത് അത് ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പാർട്ടികളുടെയോ ഭരണാധികാരികളുടെയോ ഔദാര്യമല്ല. അത് മനുഷ്യന്റെ മൗലികമായിട്ടുള്ള അവകാശമാണ്. ഒരു മനുഷ്യൻ മണ്ണിൽ പിറവിയെടുക്കുമ്പോൾ പറയുന്നത് അയാളുടെ മൗലികമായിട്ടുള്ള അവകാശം ഭക്ഷണം, വസ്ത്രം, പാർപ്പിടം, ഇതാണ് മനുഷ്യന്റെ മൗലിക അവകാശം എന്ന് പറയുന്നത്. ഈ മൗലിക അവകാശത്തെയാണ് ഈ നൂറ്റാണ്ടുകളായിട്ട് ലംഘിക്കുകയും നിഷേധിക്കുകയും നമ്മൾക്ക് അത് കിട്ടാതിരിക്കുകയൊക്കെ ചെയ്തത്. ഇങ്ങനെ ചെയ്യുമ്പോൾ അതിന്റെ പേര് മനുഷ്യാവകാശ ലംഘനം എന്നാണ്. നമ്മളൊക്കെ ശരിക്കും ഈ മനുഷ്യാവകാശ ലംഘനത്തിന്റെ ഇരകളായിട്ടുള്ള ആളുകളാണ്. നമ്മളുടെ അവകാശം നേടിയെടുക്കുന്നതിന് വേണ്ടി, ഇവിടെ ജീവിക്കാൻ അവകാശം നിലനിർത്തുന്നതിന് വേണ്ടി കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ ഗോത്രമഹാസഭ വളരെ ശക്തമായി